പ്രസംഗത്തെ പറഞ്ഞു, എടാ ഒരു കാന്തപുരം വാവിച്ചിനി വരാനിരിക്കുന്നുണ്ട് എന്ന് ശംസുലമ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞ സംഭവം അഷ്റഫ് ഫൈസി പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഇത് പേരോട് മറുപടി പറയാ, അത് സംഭവമല്ല എന്നല്ല, ഇന്റർനെറ്റ് നമ്മൾ തെളിയിച്ചു കൊടുക്കുമല്ലോ. കാരണം പരസ്യമായി പ്രസംഗിച്ചതാ, ജനങ്ങൾ സാക്ഷിയല്ലേ, 10,000. അപ്പൊ പേരോട് പറയാ അത് കാന്തപുരം ഷെയ്ഖുനാനെ കുറിച്ചാകാൻ സാധ്യതല്ല, അത് വേറെ ആരോ കുറിച്ചായിരിക്കും. നോക്ക് നിങ്ങൾ പറയുന്നത്. അപ്പൊ പഴയ പള്ളി കൊടൂർ ഷെയ്ഖിന്റെ ആൾക്കാർക്ക് അങ്ങനെ കയ്യിലാക്കിയപ്പോ അവിടെ ഒരു പുതിയ ജുമയും ഒരു പള്ളിയൊക്കെ തുടങ്ങണ്ടേ, അതിന് ഈ കെ ഉസ്താദ് പോയി ജുമ തുടങ്ങി. അങ്ങനെ കൊടൂർ ഷെയ്ഖിന്റെ ആൾക്കാരെ ചെറുള്ളത് കൊണ്ട് അതിനെ ശരിക്കും നെഞ്ഞൂക്കൂടെ നേരിട്ട പണ്ഡിതനാണ് ഈ കെ മുസ്ലിയാർ. ഈ കെ മുസ്ലിയാർക്ക് അറിയാം അവിടെ കാന്തപുരത്ത് കൊടൂർ ഷെയ്ഖിന്റെ പല ആൾക്കാരുണ്ട്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു, ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞു കാന്തപുരത്തും ഇനി ഒരു ബാവച്ചി വരുന്നു. ഇത് ഇവരെന്ത് ചെയ്യുന്നൊരു ലമീർ കാന്തപുരത്തായിലേക്ക് വേണം. ലമീർ നമ്മൾ നടക്കില്ല. സാക്ഷാൽ ഷെയ്ഖുന ശംസുലമ ഈ കെ ഉസ്താദ് ഒരു കാന്തപുരം വാവിച്ചിനി വരും എന്ന് പറഞ്ഞ കാന്തപുരം അല്ലെങ്കിൽ വേറെ ഏതാണ് ആ വാവിച്ച് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പഠിക്കട്ടെ. ആരാണ് ഒരു കൊറൂർ ഷെയ്ഖിനെ പോലെ വാവിച്ച് കാന്തപുരം വരും എന്ന് പറയുന്നത്? ഷെയ്ഖുന ആരെ കുറിച്ച് പറഞ്ഞു? നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാ. മനുഷ്യന്മാർക്കരെ ബുദ്ധിയുള്ള ആളുകൾക്ക് കാന്തപുരത്തെ ശംസുലം അത് മാത്രമല്ല പറഞ്ഞത്. നമ്പൂതിരിപ്പാട് ശരീഅത്തിനെതിരെ പ്രതികരിച്ചപ്പോ കേരളത്തിലെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി അതിനെതിരെ സമരരംഗത്ത് വന്നപ്പോ അത് കാന്തപുരം നമ്പൂതിരിപ്പാട് EMS നമ്പൂതിരിപ്പാടിന് അനുകൂലമായ സമീപനം സ്വീകരിച്ചപ്പോ അന്ന് ശംസുലമ കാന്തപുരത്തേക്ക് പറഞ്ഞതിന് 10,000 സാക്ഷിയാ. ഒരു കാരന്തൂർപ്പാട് ഇവിടെ വന്നിട്ടുണ്ട്, കാരന്തൂർപ്പാട് നമ്പൂതിരിപ്പാടിന് സമാനായിട്ട്. കാന്തപുരം വാവിച്ച് മാത്രമല്ല ശംസുല പറഞ്ഞിട്ടുള്ളത്. ഇയാളെ പോക്കാ വഴിയിലേക്കാ. ഞാൻ കേൾപ്പിക്കട്ടെ സഹോദരന്മാരെ, നമ്മളിതൊക്കെ മറച്ചു വെച്ചത് ഗൗരവതരമായി നമ്മളൊന്നും അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല. കാരന്തൂർ മർക്കസിന്റെ 23ാം വാർഷിക സമ്മേളനം നടന്ന സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ അവരിറക്കിയൊരു സപ്ലിമെന്റ് ഉണ്ട്. സത്യമായി ഞാൻ ആ സപ്ലിമെന്റ് ഞാനന്ന് ഇതിനെ വിമർശിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഒരു ന്യായീകരിക്കുന്ന മാതൃഭൂമിക്ക് തെറ്റുപറ്റിയാന്ന് വിചാരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നമുക്ക് മറുപടി പറഞ്ഞ ഈ CD-യിലുണ്ട്, അത് ന്യായീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് ന്യായീകരിക്കുന്നുണ്ട്. ഇയാൾ തെറ്റുപറ്റി എന്നല്ല പറയുന്നത്. കേട്ടാ അങ്ങ് ഞെട്ടിപ്പോകും. ഒരു മുസ്ലിമിന് പറയാൻ പറ്റാത്ത വാദമാണ് കാന്തപുരത്തെ കുറിച്ച് ഇവർ ഈ സപ്ലിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സപ്ലിമെന്റിൽ? മാതൃഭൂമി സപ്ലിമെന്റ് ആണത്. കാരന്തൂർ മർക്കസിന്റെ 23ാം വാർഷിക സഹാസമ്മേളനം നടക്കുന്ന സമയത്ത് മാതൃഭൂമി പത്രത്തിൽ അവർ ഇറക്കിയ സപ്ലിമെന്റ് അവർ കൊടുത്തിട്ടുള്ള സംഭവം എന്താണോ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിലല്ലേ നുബുവത്ത് കിട്ടിയത്, 63 വയസ്സിൽ വഫാത്തായില്ലേ? അപ്പൊ എത്ര കൊല്ലം തങ്ങൾ ഇവിടെ പ്രബോധനം നടത്തി? 23 കൊല്ലം. കാന്തപുരത്തിന്റെ പ്രബോധനം എത്ര കൊല്ലമായി? 23ാം വാർഷികത്തിന് 23 കൊല്ലം. അതല്ലേ പറയുന്നത്. അപ്പൊ ഈ സപ്ലിമെന്റ് സ്ഥാപിക്കുകയാണ് 23 കൊല്ലക്കാലം അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി ലോകത്ത് വിപ്ലവം കാഴ്ചവെച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യമായ ഒരു പുരുഷരത്നം ഷെയ്ഖുന കാന്തപുരം തന്നെ. മൂപ്പർ 23 കൊല്ലക്കാലം കൊണ്ട് നേടിയ മഹത്വം തങ്ങളോട് സാദൃശ്യപ്പെടുത്താവുന്ന വിധമാണെന്ന് പച്ചയായി എഴുതി പ്രസിദ്ധീകരിച്ച തങ്ങളോട് സ്വപ്നത്തിലുള്ള ബന്ധമല്ല, വാവിച്ചി അയക്കല്ല, വ്യാജ ഷെയ്ഖു അയക്കല്ല, അതിന്റെ അപ്പുറം നുബുവത്തിന്റെ മക്കാമിലേക്ക് ഞാൻ നിങ്ങൾ ആ വരികൾ വായിച്ചു കേൾപ്പിക്കാം. ഈ കാണുന്ന പത്രം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച 2000 നവംബർ 6 തിങ്കളാഴ്ച മർക്കസു സക്കാഫത്തി സുന്നിയ 23ാം വാർഷിക മഹാസമ്മേളനം 2000 നവംബർ 3, 4, 5 തീയതികൾ മർക്കസ് നഗർ കാരന്തൂർ കോഴിക്കോട്. അവരെ മുദ്രയുണ്ട്. സപ്ലിമെന്റാ. ഈ സപ്ലിമെന്റ് ലേഖനത്തിൽ എഴുതുന്ന ഭാഗം ഞാൻ കേൾപ്പിക്കാം. നീണ്ട 23 വർഷക്കാലം നടുനിവറാൻ പോലും അനുവദിക്കാത്ത അത്ര ക്ലേശങ്ങളും ദുസ്സഹമായ ജീവിതവും നയിച്ച് സത്യനിഷേധികളുടെ ചുറ്റിനുമിടയിൽ അഹോരാത്രം പരിശ്രമിച്ച് പടുത്തുയർത്തിയ ഇസ്ലാമിനെ അവസാന നാൾ വരെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നിലനിർത്താൻ ആ മഹാത്മാവിന് സാധിച്ചെങ്കിൽ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചെങ്കിൽ, ഈ നൂറ്റാണ്ടിലെ പുരുഷരത്നമായ ഷെയ്ഖുനാക്ക് ബ്രാക്കറ്റിൽ കാന്തപുരം ഈ നീണ്ട 23 വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും തങ്ങളോട് തുല്യപ്പെടുത്തിയൊക്കെ മാത്രമല്ല, ആ മനുഷ്യനോളം നോക്ക് നിങ്ങൾ തങ്ങളെ പറഞ്ഞത്, ആ മനുഷ്യനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ തന്നെ. എന്താണ് ഇപ്പൊ ഈ വാക്കിന്റെ ഗൗരവം? എന്താണ് ഈ വാക്കിന്റെ ഗൗരവം? ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ സംസാരവും ബന്ധവും മാത്രമല്ല,
ഇയാൾ കാന്തപുരം വാവിച്ച് മാത്രമല്ല, ഇയാൾ പദവി കുറെ ഓവറാ. നേരത്തെ ഒരു തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലത്തെ നുബുവത്തിന്റെ ജീവിതത്തെ കൊണ്ട് ലോകത്ത് വരുത്തിയ പരിവർത്തനത്തിന് തുല്യമായി ഒരു പരിവർത്തനം നടത്താൻ ഈ നൂറ്റാണ്ടിൽ കടന്നു വന്ന പുരുഷരത്നമായ ശൈഖുന കാന്തപുരത്തിന് മാത്രമാണ് സാധിച്ചത് എന്ന് പച്ചയായി സ്ഥാപിക്കുമ്പോൾ, എന്നിട്ട് വ്യക്തമായി പറയുന്നു ആ മനുഷ്യനോളം തുല്യമാകാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോടൊന്ന് ഉപമിക്കാൻ പറയാൻ പറ്റുമോ? തുല്യമാകാൻ യോഗ്യൻ ഇദ്ദേഹം തന്നെ, കാന്തപുരം ഉസ്താദ് തന്നെ. ഇത് വളരെ ഗൗരവതരമായ നീക്കാണല്ലോ. ഇത് നിസ്സാരമായ നീക്കമല്ല. ഈ തരത്തിൽ പാവപ്പെട്ട മുസ്ലിം ജനസമൂഹത്തെ വഞ്ചിക്കാനുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തങ്ങളുമായി ഏകദേശം തുല്യതയിൽ നിൽക്കുന്ന ഒരാളെന്ന് വരുത്തി വെച്ചിട്ടാണ് തങ്ങൾ പിന്നെ നേരിട്ട് മതി എന്ന് പറയാതിക്കോ. എന്താ അബുദാബി അറബി അറബി അതവിടെ വെക്കണ്ട, നമ്മളെ സ്വന്തം ആള് കേരളത്തിൽ കാരന്തൂരുണ്ട്, ഷെയ്ഖ് അബൂബക്കർ അങ്ങോട്ട് കൊണ്ടു കൊടുത്തത്. അങ്ങനെ തങ്ങളെ സ്വപ്നം കാണിച്ചു അറബി കൊണ്ടു കൊടുത്ത അത് അറബിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഈ നിലയ്ക്ക് പ്രചരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാൻ ഈ കുറഞ്ഞ കാലയളവിലെ സമസ്ത കേരള ജംഈയത്ത് പ്രവർത്തകന്മാരുടെ മൗനം നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ടെങ്കിൽ ആ മൗനം ഭേദിച്ചുകൊണ്ട് സമസ്ത കേരള ജംഈയത്ത് മുഷാവറ ഈ വഞ്ചനയിൽ നിന്ന് പെട്ടുപോകരുതെന്ന് മുസ്ലിം കേരളത്തിൽ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ വഞ്ചനകൾ ഓരോന്നായി SKSSF മക്കൾ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ഞാൻ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ നമുക്കോടൊരു വിവാദമില്ല. ഇതിന്റെ സനത് എവിടെ? മുടി അങ്ങനെ കിട്ടിയെങ്കിൽ ദീനതാണോ പഠിപ്പിക്കുന്നത്? അത് കൈമാറിപ്പോന്ന പരമ്പര വേണം. ആ പരമ്പര വേണം. ഇത് കൈമാറിപ്പോന്ന സനത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ പരിഹസിക്കാതെ മറുപടി പരമ്പര പറയല്ല. ഇവർ പറയുന്നത് എന്താ? നമ്മൾ പരിഹസിച്ചുകൊണ്ട് മറുപടി പറയുന്നത് എല്ലാത്തിനും നിങ്ങൾക്ക് പരമ്പര വേണമെന്നോ? പരിഹസിക്കാണേ. നിങ്ങളെ ഭാര്യമാര് പ്രസവിക്കാറില്ലേ ഹോസ്പിറ്റലിൽ? ഭാര്യമാര് പ്രസവിച്ചാൽ നിങ്ങൾ കുട്ടികളെ കൊണ്ടുതരില്ലേ? എടാ ചങ്ങാമാരെ, നിങ്ങളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തു, ബോധക്കെട്ട് കിടക്കുക, നിങ്ങളൊരു കുട്ടിനെ കൊണ്ടുവന്നു. ആ കുട്ടിനെ കൊണ്ടുവന്നു പറഞ്ഞാൽ നിങ്ങളെ കുട്ടികളിലേക്ക് എന്താ തെളിവ്? സനതയോടെ നിങ്ങൾ സനത ചോദിക്കുമോ? ഒരു മുത്തക്കിയായ നഴ്സാൻ കൊണ്ടുവന്നത് ഈ മുത്തക്കിയാണെങ്കിൽ തന്നെ പെണ്ണ് സാക്ഷിയായ മതിയോ? ഒരു പെണ്ണ് മതിയോ എന്ന് പറഞ്ഞ് ഇവർ ആശയപ്പെടാൻ സനതിന്റെ ആവശ്യമല്ല എന്നാ വരുത്തി തീർക്കുന്നത്. നോക്കൂ, നിങ്ങൾ പരമ്പര ചോദിച്ചത് ഇത് എവിടുന്ന് കിട്ടി? ആ പരമ്പര പറയണമെന്നതിന് മറുപടി നമ്മളെ പരിഹസിക്കുകയാണ്. ഈ സനതിന്റെ ആവശ്യം എന്താന്ന് നോക്കൂ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തേജുവിക്കുന്ന ആളാ കൊണ്ടു തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പൊ ബോധം കെട്ട് വീണത്. ഇനി സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞാലോ ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ടാണില്ലാതെ എന്നാണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഭാര്യമാർ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചാലേ നമ്മൾ പഠിച്ച നിയമമനുസരിച്ച് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ഉള്ളത് എന്താ വെച്ചാൽ ഒരു കുട്ടിനെ പ്രസവിച്ച അപ്പം തന്നെ ആ കുട്ടിൻ്റെ മാതാവിൻ്റെ പേരുള്ള ഒരു വളയം ആ കുട്ടിൻ്റെ കയ്യിലെന്ത് ചെയ്യും? ഇട്ടുകൊടുക്കും. കുട്ടികളെ കൺഫ്യൂഷൻ തിരിച്ചറിയാതിരിക്കാനാ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് എനിക്ക് വിനീതമായ ഒരു അപേക്ഷ ഉണ്ട്. നിങ്ങളെ ഭാര്യ പ്രസവിക്കാൻ പോയ ഹോസ്പിറ്റലിൽ ആ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഇനി പരിശോധിക്കാൻ DNA ടെസ്റ്റ് നടത്താൻ മാത്രമേ വഴിയുള്ളൂ. നിങ്ങൾക്ക് ആ വഴി അവലംബിക്കാം. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഇല്ല. പിന്നെ ഇയാൾ പറയുന്ന പ്രശ്നം, ഇയാൾ ചോദിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, എടാ ഹോട്ടൽ കാര്യമായി ഇറച്ചി കഴിക്കാറ് നിങ്ങൾ ഇത് നല്ല ഇറച്ചി അറുത്തിട്ട് എങ്ങനെ തിരിച്ചാൽ നിങ്ങൾ സനത് ചോദിക്കുമോ? സനത് ചോദിക്കുന്നത് പരിഹസിക്കാണ് ഇവർ ചെയ്യുന്നത്. അള്ളാന്റെ ദീൻ പഠിപ്പിച്ച കാര്യം ഹബീബായ തങ്ങളെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് 10,000 വാരിക്കൂട്ടി അതിന്റെ പേരിൽ 40 കോടി പള്ളി നിർമ്മിക്കാൻ വേണ്ടി നാട്ടിലും മറുനാട്ടിലുമായി കോടാനുകോടി രൂപകൾ വാരിക്കൂട്ടുന്ന ഘട്ടത്തിൽ അതിന്റെ തെളിവ് പറയണം, എവിടെ നിന്ന് കിട്ടി പരമ്പര പറയണം എന്ന് പറയുമ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സനത് ചോദിക്കാറുണ്ടോ? അത് അറുത്തിട്ടുണ്ടോ ഇല്ലേ? നോക്ക് നിങ്ങൾ പറയും നമ്മൾ പരിഹസിക്കുന്നത്. നമ്മളൊരു ഹോട്ടലിൽ നമുക്ക് ഇറച്ചി മാംസം കൊണ്ടെത്തണം. അപ്പൊ ഇതാരാ അർത്ഥ പഠിച്ചോനെ? നമ്മളതിന്റെ സനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? ഭൂമിനായ മനുഷ്യൻ കൊണ്ടെത്തന്നാൽ ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും ഇതാരാ അർത്ഥം. നമുക്ക് ആളെ തന്നെ ഇല്ല, മാംസം കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇയാളെന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കൂരിയാട് ഹോട്ടലിൽ കയറിയാല് സനത് ചോദിക്കുക, ഈ ഇറച്ചിന്റെ സനതേതാ? എന്റെ പൊന്നു സഹോദരന്മാരെ, വിവരമുള്ള ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. ഞാൻ ഈ സദസ്സിൽ ഞാൻ പറയട്ടെ, കേൾക്കുന്ന നിങ്ങളെ കൂട്ടത്തിലും അവരെ കൂട്ടത്തിലും വിവരമുള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാമല്ലോ. അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമായ ഒരു കാര്യം സ്ഥാപിക്കപ്പെടണമെങ്കിൽ
അള്ളാഹുവിന്റെ ദീനിന്റെ പണ്ഡിതന്മാർ തീരുമാനിച്ചു വെച്ചതല്ലേ ഇനി പരമ്പര വേണമെന്ന്. അത് മുടിക്ക് മാത്രമല്ല, മുടിയല്ല, അതിനേക്കാളും ഗൗരവമുള്ള വിഷയത്തിൽ പോലും പറഞ്ഞത് വേണം. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ആരോട് പറഞ്ഞു? അദ്ദേഹം ആരോട് പറഞ്ഞു? ഈ ഹദീസ് നമുക്ക് കിട്ടിപ്പോന്ന പരമ്പര വേണം ഇസ്ലാമിക ലോകത്ത് നിർബന്ധ. നിങ്ങൾ ആലിമീങ്ങളോട് ചോദിച്ചു നോക്കി. ഇമാം ബുഖാരി ഉൾപ്പെടെ